ഹായ് ഫ്രണ്ട്സ്, ക്വസ്റ്റ്യൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പ്രിലിംസ് എക്സാം എഴുതുന്ന കൂട്ടുകാർക്കായി കേരള നവോത്ഥാനവും സയൻസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 51ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ്. നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1 വൈകുണ്ഠസ്വാമികൾ അഖില തിരുട്ട്, 2 വാഗ്ഭടാനന്ദൻ വിവേകാനന്ദ സന്ദേശം, 3 ചാവറ കുര്യാക്കോസ് എലിയാസ് ആത്മാനുതാപം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് എ ആണ്. 1, 3. അതായത് 1 വൈകുണ്ഠസ്വാമികൾ അഖില തിരുട്ട്, 3 ചാവറ കുര്യാക്കോസ് എലിയാസ് ആത്മാനുതാപം. ഇനി അടുത്ത 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ പത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട വ്യക്തികളും തന്നിരിക്കുന്നു. അവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1 മാതൃഭൂമി KP കേശവമേനോൻ, 2 കേരള കൗമുദി CP കുഞ്ഞിരാമൻ, 3 അൽ അമീൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇതിൻ്റെ ഉത്തരം വരുന്നത് ബി ആണ്. 1ഉം 2ഉം. 1 മാതൃഭൂമി KP കേശവമേനോൻ, 2 കേരള കൗമുദി CP കുഞ്ഞിരാമൻ. അടുത്ത ചോദ്യം നോക്കാം. 53ാമത്തെ ക്വസ്റ്റ്യൻ. നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. 1ാമത്തത് ഋതുമതി പ്രേംജി, 2 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്, 3 പാട്ടബാക്കി KPR ഗോപാലൻ. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഡി ആണ്. 1ഉം 2ഉമാണ് ഇതിൽ ശരി. ഋതുമതി പ്രേംജി, 2 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം നോക്കാം. നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം കണ്ടെത്തുക. 1 ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ഭടാനന്ദൻ, 2 തൈക്കാടയ്യ സുബ്ബരായർ, 3 ചിന്മയാനന്ദ സ്വാമികൾ ബാലകൃഷ്ണ മേനോൻ. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഡി ആണ്. 2ഉം 3ഉം. 2 തൈക്കാടയ്യ സുബ്ബരായർ, 3 ചിന്മയാനന്ദ സ്വാമികൾ ബാലകൃഷ്ണ മേനോൻ. നോക്കാം. 55 വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1 ഡോക്ടർ പൽപു, 2 TK മാധവൻ, KP കേശവമേനോൻ. ഇതിൻ്റെ ഉത്തരം വരുന്നത് സി ആണ്. 2ഉം 3ഉമാണ്. 2 TK മാധവനും KP കേശവമേനോൻ. അടുത്ത 56 സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 1 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. 2 പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. 3 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. ഉത്തരം വരുന്നത് ഡി ആണ്. 1ഉം 3ഉം. 1 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. 3 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. നമുക്ക് 57ാമത്തെ ചോദ്യം നോക്കാം. മന്നത്ത് പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1 നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി നായർ ഭൃത്യ ജനസംഖ്യം രൂപവൽക്കരിച്ചു. 2 വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി. 3 ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. ഇതിന്റെ ഉത്തരം വരുന്നത് ബി ആണ്. 1ഉം 2ഉം. 1 നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി നായർ ഭൃത്യ ജനസംഖ്യം രൂപവൽക്കരിച്ചു. 2 വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി. അടുത്ത ചോദ്യം നോക്കാം. 58 EMS നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളുടെ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. 1 ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും, 2 1.25 കോടി മലയാളികൾ, 3 കേരളം മലയാളികളുടെ മാതൃഭൂമി. ഇവിടെ ആൻസർ തന്നിരിക്കുന്നത് ഇത്ര ക്ലിയർ അല്ല. അപ്പം ഇതിൽ വരുന്നത് 1 മാത്രമാണ് വരുന്നത്. 1 ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും PK ബാലകൃഷ്ണനാണ് എഴുതിയത്. 1.25 കോടി മലയാളികൾ EMS ആണ്. 3 കേരളം മലയാളികളുടെ മാതൃഭൂമി, അതും EMS ആണ് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 59 മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക.
ഒന്ന് തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണൻ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ൽ അധികം പേർ ഒപ്പിട്ട ഭീമ ഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. 2 ഡോക്ടർ പൽപു ആണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഡി ആണ്, 1, 3. ഒന്ന് തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമ ഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. 3 വരുന്നത് 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. 1 കുഞ്ഞമ്പു നായർ, 2 ചിരുകണ്ഠൻ, 3 KCS മണി. പിന്നെ ഉത്തരം വരുന്നത് ബി ആണ്, 1, 2. 1 കുഞ്ഞമ്പു നായരും 2 ചിരുകണ്ഠൻ. 61 ചോദ്യം നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം. ഉത്തരം സി ആണ്, ഇനാമൽ. 62 താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഡി ആണ്, അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ് ആണ്. 61 രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉത്തരം ഡി, ഹീമോഫീലിയ. ഹീമോഫീലിയ. 64 മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏത്? ഉത്തരം എ ആണ്, ആർദ്രം പദ്ധതി. അടുത്തത് കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. ഇതിന്റെ ഉത്തരം ഡി ആണ്, ജീവകം എ. ജീവകം എ ആണ്. 66 കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. 1 കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്, 2 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്, 3 കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം, 4 കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂർ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് സി ആണ്, 2ഉം 4ഉം. 2 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്ന കോഴിക്കോടും, 4 കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂർ ജില്ലയുമാണ്. 67 താഴെ പറയുന്നത് കേരളത്തിലെ നെല്ലിനങ്ങൾ എന്തെല്ലാം? അതിൻ്റെ ഉത്തരം ഡി ആണ് വരുന്നത്, ഡി. അതായത് 1 പവിത്ര, 4 അന്നപൂർണ. അടുത്ത മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? 1 ഡയേറിയ, 2 ടൈഫോയിഡ്, 3 എയ്ഡ്സ്, 4 കോളറ. ഇതിൻ്റെ ഉത്തരം ഡി ആണ്, 1, 2, 4. 1, 2, 4 ആണ്, 2, 4. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1 കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നു. 2 കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നു. 3 ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് എ ആണ്, 1ഉം 3ഉം. 1 കാർബൺ ഡൈ ഓക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകുന്നു. 3 ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. 70 ചോദ്യം. താഴെ പറയുന്ന തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. 1 സൈലന്റ് വാലി ദേശീയോദ്യാനം, 2 ചെന്തരുണി വന്യജീവി സങ്കേതം, 3 ഇരവികുളം വന്യജീവി സങ്കേതം, 4 നെയ്യാർ ദേശീയോദ്യാനം. ഇതിന് ഉത്തരം വരുന്നത് ബി ആണ്, 3ഉം 4ഉം ആണ്. ഇരവികുളം വന്യജീവി സങ്കേതം, 4 നെയ്യാർ ദേശീയോദ്യാനം. അടുത്ത് നോക്കാം. തെറ്റായ ജോഡി ഏത്? സംയുക്തം, സംയുക്തത്തിലെ ആറ്റങ്ങൾ. എ അലക്കുകാരം സോഡിയം കാർബൺ ഓക്സിജൻ, ബി വിറ്റാമിൻ സി കാർബൺ ക്ലോറിൻ ഹൈഡ്രജൻ, സി പഞ്ചസാര കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ, ഡി കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഓക്സിജൻ. ഇതിൻ്റെ ഉത്തരം ഇത് ബി ആണ്. ഇതാണ് തെറ്റായി വരുന്നത്, വിറ്റാമിൻ സി കാർബൺ ക്ലോറിൻ ഹൈഡ്രജൻ. അടുത്ത ചോദ്യം നോക്കാം. 72ാമത്തെ ചോദ്യം. അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏത്? അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏത്? ഉത്തരം എ ആണ്, മഗ്നീഷ്യമാണ്.
ഇത് ചെയ്ത് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നവയവ. ഉത്തരം ഡി ആണ്. GESIAS. GESIAS. അടുത്തത് നോക്കാം. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമേത്? ഉത്തരം സി ആണ്, ഹൈഡ്രജൻ ആണ്. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ആണ് ഉണ്ടാകുന്നത്. 75 രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത്? നമ്മുടെ നിത്യജീവിതത്തിൽ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നു? 1 രാസവളത്തിന്റെ നിർമ്മാണം, 2 മഷിയുടെ നിർമ്മാണം, 3 പാഴ്ജല ശുദ്ധീകരണം, 4 ഭക്ഷണത്തിന്റെ ദഹനം. അപ്പോൾ ഇതിന്റെ ഉത്തരം വരുന്നത് ബി ആണ്, 1ഉം 3ഉം. അതായത് 1 രാസവളത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു, 3 പാഴ്ജല ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നു. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 30 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? 15 സെന്റിമീറ്റർ. 15 സെന്റിമീറ്റർ. എത്ര ചോദ്യം നോക്കാം. എന്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം? ഉത്തരം എ, ദൂരം. എന്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം? ദൂരം യൂണിറ്റ് ആണ്. അടുത്ത നോക്കാം. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളായി ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയായോ തിരഞ്ഞെടുക്കുക. 1 ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. 2 വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. 3 സോണാറിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് ഉത്തരം ബി ആണ്, 1ഉം 2ഉം. 1 ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. 2 വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. 79 നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണം ഏതല്ല? 1 ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. 2 ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. 3 ഒരു വസ്തു ചരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ കർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. എൻ്റെ ഉത്തരം വരുന്നത് സി ആണ്, 2ഉം 3ഉം. അതായത് 2 ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. 3 ഒരു വസ്തു ചരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ കർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. അടുത്തത്, നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ/സെക്കൻഡ് ആയ ലോറിയുടെ ത്വരണം എത്ര? ഉത്തരം ഡി ആണ്, 6 മീറ്റർ/സെക്കൻഡ്² ആണ്. ഇത്രയും GK ആണ്. ഇതിൻ്റെ ഒരു പാർട്ട് 2 ആണിത്. അപ്പോൾ നോക്കുക കൂട്ടുകാരൊക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മുടെ ഇപ്പോൾ നടക്കുന്ന പ്രിലിമിനറിയിൽ പ്രീവിയസ് ഒക്കെ ഒത്തിരി ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ നോക്കുക. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.